ഇങ്ങനെയാണ് കേരളത്തിലെ ജില്ലകൾക്ക് പേര് വന്നത്. കോഴിക്കോട് എന്നുള്ള പേര് വന്നത് കോയിൽക്കോട് എന്നിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫോർട്ടിഫൈഡ് പാലസ് എന്നുമായിരുന്നു. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന അനന്ത എന്ന സർപ്പത്തിന്റെ പേരിലാണ് തിരുവനന്തപുരം എന്ന പേര് വരുന്നത്. ആലപ്പുഴ വളരെയധികം സിമ്പിൾ ആണ്. ആലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീയും പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറുമാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്താണ് ആലപ്പുഴ എന്ന പേര് വരുന്നത്. തൃശ്ശൂർ ആകട്ടെ തമിഴ് നാമമായിട്ടുള്ള തിരുശിവപ്പേരൂർ, അത് ഷോർട്ട് ഫോം ആക്കിയാണ് തൃശൂർ എന്നാക്കിയിട്ടുള്ളത്. ഇതിന്റെ മീനിങ് ആകട്ടെ ദ സിറ്റി ഓഫ് ലോർഡ് ശിവ എന്നാണ്. എറണാകുളം എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെ നാൾ കുളം, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് എറണാകുളം എന്നാക്കിയിട്ടുള്ളത്. ഇതിന്റെ മീനിങ് ആകട്ടെ പോൺ ഫോർ എ ലോങ് ടൈം എന്നാണ്. ഇടുക്കി ആകട്ടെ ഇടുക്ക് എന്ന വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. ഇതിന്റെ മീനിങ് ആകട്ടെ എ നാരോ ജോർട്ട് എന്നാണ്. കണ്ണൂർ ഈ വാക്കുകളുടെ കോമ്പിനേഷൻ ആണ്. കണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ലോർഡ് കൃഷ്ണയും യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസുമാണ്. ഇത് രണ്ടും ചേർത്താണ് കണ്ണൂർ എന്ന പേര് വരുന്നത്. കാസര പ്ലസ് ഗോഡ്, കാസര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലേസ് വിത്ത് കാസറം ട്രീസ്, അതുപോലെ തന്നെ ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയനുമാണ്. ഇത് രണ്ടും ചേർത്താണ് കാസർഗോഡ് എന്ന് പേര് വരുന്നത്. ലാസ്റ്റ് ആകട്ടെ മലപ്പുറം, മല പ്ലസ് പുറം എന്നത് ചേർന്നാണ് മലപ്പുറം എന്ന പേര് വരുന്നത്. ഇതിന്റെ മീനിങ് ആകട്ടെ ഓവർ ദ ഹിൽ എന്നുമാണ്. വീഡിയോ ഇഷ്ടമായി തിരിച്ച് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.